മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്ന് സുരേഷ് ഗോപി. ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CITU. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൗൺസിലർമാരെ സ്വതന്ത്ര കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചു. പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല. നാട്ടുകാർ പ്രതിഷേധത്തിൽ. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് ഓട്ടം നിർത്തിയത് റോഡ് ശോച്യാവസ്ഥയിലായതോടെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്. അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങളുടെ വിശുദ്ധി അറിയിക്കും. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കും. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇതൊരു വ്യക്തിപരമായ സംബന്ധിച്ചില്ല. ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിൽ തകിടപ്പണിയാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതിയിൽ കൊണ്ടുവന്നാൽ അവരെടുത്തോളും. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കുന്നു. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CITU വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് പിരിക്കൽ തടയുകയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൗൺസിലർമാരെയും സ്വതന്ത്ര കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് പരാതി. ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് പിരിക്കുകയാണെന്നാരോപിച്ച് ചാലക്കുടി സ്വതന്ത്ര കൗൺസിലറുടെ നേതൃത്വത്തിൽ ഫീസ് പിരിക്കുവാൻ കരാറുകാരൻ ചുമതലപ്പെടുത്തിയയാളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതിപക്ഷ കൗൺസിലറുടെ നേതൃത്വത്തിൽ തടയുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പാർക്കിംഗ് ഫീസ് പിരിക്കുവാൻ കരാറെടുത്തയാൾക്ക് ഈ മാസം വരെ പിരിക്കാൻ കാലാവധിയുള്ളപ്പോഴാണ് സ്വതന്ത്ര കൗൺസിലറുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലെത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് പ്രതിഷേധാർഹമാണെന്നും CITU നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ കരാറുകാരനെ ഒഴിവാക്കി ഫീസ് നേരിട്ട് പിരിക്കാൻ തീരുമാനിച്ചിരുന്നു. മുൻ CPM നേതാവായിരുന്ന സ്വതന്ത്ര കൗൺസിലർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ൽ പുറത്താക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയായിരുന്നു. ഇയാൾ സ്വതന്ത്രനാണെന്ന് പറയുമ്പോഴും പലപ്പോഴും നഗരസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിച്ചിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. പല പ്രതിഷേധങ്ങൾ CPM-ന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭയിലെ അംഗനവാടിയിലെ ജീവനക്കാരുടെ ഇന്റർവ്യൂ നടക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധവും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു. സ്വതന്ത്ര കൗൺസിലറെ ഇനിയെങ്കിലും CPM തള്ളിപ്പറയുവാൻ തയ്യാറായില്ലെങ്കിൽ ഇദ്ദേഹം പാർട്ടിക്ക് വലിയ ബാധ്യതയാവുമെന്നും പറയപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ CITU ജില്ലാ നേതാവ് ലിൻസൺ ജോൺ, ഷിജു ആട്ടോക്കാരൻ, സാബു KM, KV റഫീഖ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല. നാട്ടുകാർ പ്രതിഷേധത്തിൽ. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോച്യാവസ്ഥയിലായതോടെ ഓട്ടം നിർത്തിയത്. പിന്നീട് ഇന്നുവരെ ബസ് സർവീസ് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു പതിറ്റാണ്ട് മുൻപാണ് മാരേക്കാട് പാലം യാഥാർത്ഥ്യമായത്. മുൻ MLA TN പ്രതാപന്റെ ശ്രമഫലമായി പാലം യാഥാർത്ഥ്യമായെങ്കിലും ഇതുവഴി ആരംഭിച്ച ബസ് സർവീസ് വൈകാതെ ഓട്ടം നിർത്തി. പിന്നീട് ഭരണം മാറിയ ശേഷം ഇപ്പോഴത്തെ MLA VR സുനിൽകുമാറും മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം ശക്തമാണ്. മാള ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള മാരേക്കാട് വഴി ബസ് സർവീസ് ഒന്നും തന്നെയില്ല. അഷ്ടമിച്ചിറ, പുത്തഞ്ചിറ, ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ സ്വന്തമായി വാഹനം വേണം, അല്ലെങ്കിൽ വാഹനം വാടകയ്ക്ക് വിളിക്കണം.
അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻകൈയെടുത്ത് മാരേക്കാട് കടവിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചിരുന്നു. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോച്യാവസ്ഥയിലായതോടെയാണ് ഓട്ടം നിർത്തിയത്. പിന്നീട് ഇന്ന് വരെ ബസ് സർവീസ് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല. മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറ, മാരേക്കാട്, പുത്തഞ്ചിറ പഞ്ചായത്തിലെ കുന്നത്തേരിയുമായാണ് പാലം നിർമ്മിച്ചത്. ഇതോടെ കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട എന്നീ പട്ടണങ്ങളിലേക്കുള്ള ദൂരം കുറഞ്ഞ വഴിയാണ് തുറന്നത്. പുത്തഞ്ചിറ LP സ്കൂൾ, വെള്ളൂർ LP സ്കൂൾ, വെള്ളൂർ ഹൈസ്കൂൾ, മങ്കിടി ഹയർ സെക്കൻഡറി സ്കൂൾ, പുത്തഞ്ചിറ ഈസ്റ്റ് LP സ്കൂൾ, പുത്തഞ്ചിറ ഈസ്റ്റ് UP സ്കൂൾ, അഷ്ടമിച്ചിറ LP, അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ മറ്റു മാർഗം തേടുകയാണ്. പുത്തഞ്ചിറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കും വില്ലേജ്, പഞ്ചായത്ത് രജിസ്ട്രാർ ഓഫീസുകൾക്കും മിനി സിവിൽ സ്റ്റേഷൻ, കൃഷിഭവൻ എന്നിവയിലേക്കും മറ്റു മാർഗങ്ങൾ തന്നെ ശരണം. എന്നും തെരഞ്ഞെടുപ്പിനെ ആയുധമാക്കുകയാണ് വഴിയെന്നറിഞ്ഞ് കാത്തിരിക്കുകയാണ് മാരേക്കാട് നിവാസികൾ. മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകരായ VK ജലീൽ, സെയ്ദ് മുഹമ്മദ് മാരേക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അനുബന്ധ റോഡ് ടാർ ചെയ്ത് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തച്ചുടപ്പറമ്പിലേക്കുള്ള വഴിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അനുബന്ധ റോഡാണ് ടാർ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. പറയൻതോടിലേക്കുള്ള കൈവഴിക്ക് കുറുകെ അപകടാവസ്ഥയിലായിരുന്ന ചെറുപാലം മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ചിരുന്നു. എന്നാൽ ഇതിനോട് ചേർന്നുള്ള റോഡ് കല്ലും കട്ടയുമായി കിടക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളവരടക്കമുള്ള യാത്രക്കാർ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ 3.5 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും നാടകത്തിന് തിരശീല ഉയർന്നു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയായ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകമാണ് അരങ്ങേറിയത്. വീണ്ടും വേദി ഉയർന്നതോടെ നാടകലഹരിയിലായിരിക്കുകയാണിപ്പോൾ ചാലക്കുടി. ഒരു കാലത്ത് നാടകത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഫാസ് ഓഡിറ്റോറിയത്തിൽ 3.5 പതിറ്റാണ്ട് ശേഷമുള്ള നാടകം അരങ്ങേറ്റത്തിന് നാടകപ്രേമികളടക്കം നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ചു. 1980 കാലഘട്ടത്തിലായിരുന്നു ഫാസിന്റെ 1980 കാലഘട്ടമായിരുന്നു ഫാസിന്റെ സുവർണകാലം. രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, നാറാണത്ത് ഭ്രാന്തൻ തുടങ്ങി നിരവധി നാടകങ്ങളാണ് ഫാസിൽ നടന്നത്. തറയിലിരുന്ന് നാടകം കണ്ട് ആസ്വദിക്കാൻ അന്ന് വലിയൊരു നാടകാസ്വാദക വിഭാഗവും ചാലക്കുടിയിലുണ്ടായിരുന്നു. തിലകൻ, ജോസ് പെല്ലിശ്ശേരി, NN പിള്ള, സായികുമാർ, ഋഷഭാവ തുടങ്ങിയ പ്രമുഖരും ഇവിടെ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നാടക നടത്തിപ്പ്. 1990കളോടെ നാടകം കാണാനെത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ നടത്തിപ്പ് നഷ്ടത്തിലായി. 1976 നവംബറിൽ ചലച്ചിത്ര നടൻ പ്രേം നസീറാണ് ഫൈൻ ആർട്സ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തത്. അതിരപ്പള്ളി റോഡിൽ കേരള കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രത്തിന് സമീപം 48 സെന്റ് സ്ഥലത്താണ് ഫാസിന്റെ ആസ്ഥാനം. നീണ്ട ഒരു കാലയളവിന് ശേഷം വീണ്ടും വേദി ഉണർന്നതോടെ നാടകലഹരിയിലായിരിക്കുകയാണിപ്പോൾ ചാലക്കുടി. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. വെള്ളാങ്കല്ലൂർ വെളയനാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് പരിക്ക്. വെളയനാട് സെന്ററിൽ ഇന്ന് രാവിലെ 8:15ഓടെയായിരുന്നു അപകടം. കാറും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരിക്കും കാർ ഡ്രൈവർക്കും പരിക്ക് പറ്റി. ഇവരെ പട്ടേപ്പാടം ഉസ്താദ് ആംബുലൻസ് പ്രവർത്തകർ ഇരിഞ്ഞാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPI കരൂപ്പടന സ്കൂൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജിക്ക് സ്വീകരണവും അനുമോദനവും നൽകി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PK സത്യൻ അധ്യക്ഷത വഹിച്ചു. PP സുഭാഷ്, ലോക്കൽ സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സുജന ബാബു, MH ബഷീർ, സദക്കത്തുള്ള എന്നിവർ പങ്കെടുത്തു. CPI കരൂപ്പടന സ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറി ആസിൽ, പ്രസിഡന്റ് നിഷ ഷാജി, ഐഷ BV എന്നിവർ സംസാരിച്ചു. വയോധികയായ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൾക്കെതിരെ അതിരപ്പിള്ളി പോലീസ് കേസെടുത്തു. അതിരപ്പിള്ളി കണ്ണങ്കുഴി വെളുത്തായി ബീനയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിലാണ് കണ്ണങ്കുഴി വെളുത്തായി പാറുകുട്ടിക്ക് വെട്ടേറ്റത്. തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. പോണ്ടിച്ചേരി മറീന ബീച്ചിൽ നടന്ന സീ സ്വിമ്മിംഗ് മാരത്തണിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി 7ാം ക്ലാസ്സുകാരൻ. അന്നമനട ആലത്തൂർ വിധേയത്തിൽ ഡെന്നിസിന്റെ ദമ്പതികളുടെ മകൻ ഡെറിൻ ഡെന്നിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിയായത്. ജൂനിയർ വിഭാഗം മത്സരത്തിൽ കടലിൽ 500 മീറ്റർ ആയിരുന്നു നീന്തേണ്ടത്. ഇതിലാണ് 3ാം സ്ഥാനം നേടിയത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഡെറിൻ. 5ാം ക്ലാസ് മുതലാണ് ഡെറിൻ സ്കൂളിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. സുനിൽ, ദേവിക, സതീഷ് എന്നിവരാണ് പരിശീലകർ. ജില്ലാതല നീന്തൽ മത്സരത്തിലും സമ്മാനം നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും പറവൂർ ഗോതുരത്ത് പാറയ്ക്കൽ ജൂഡ് റാഫേൽ സ്മിത ദമ്പതികളുടെ മക്കളായ സെഫാനിയ ഫാൻഡിൻ, സാൻഡ്രിയ ഫാൻഡിൻ എന്നിവരാണ് 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധി വിഹിതം അന്യായമായി വർദ്ധിപ്പിച്ചതിനെതിരെയും പെരിയാറിലുണ്ടായ രാസമാലിന്യ മത്സ്യക്കുരുതിയിൽ നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും നഷ്ടപരിഹാരം നൽകാത്തതിലും ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടാത്തതിലും പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ മത്സ്യഫെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമൽ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ദീപസ്തംഭം കരിപുരണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP. ഇന്നലെ വൈകിട്ട് ഘോഷയാത്ര കടന്നുപോകുന്ന സമയത്ത് ദേവസ്വം ജീവനക്കാർ വൃത്തിയാക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമലയിലെ പൂക്കൃഷി KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, പുതുക്കാട് CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി, കൊടകര ബ്ലോക്ക് കൃഷി വകുപ്പ് AD ഡോക്ടർ S സ്വപ്ന എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം രൂപ കൈമാറി. ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ, MLA VR സുനിൽകുമാറിന് തുക കൈമാറി. നഗരസഭാ കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് ചടങ്ങിൽ പങ്കെടുത്തു. ബാങ്ക് പ്രസിഡന്റ് CP രമേശൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PA ജോൺസൺ, ബോർഡ് മെമ്പർമാർ, ബാങ്ക് സെക്രട്ടറി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണ് പര്യവേക്ഷണ വകുപ്പ്, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബ്ലോക്കിലെ 7 കൃഷിഭവനുകളായി സഹകരിച്ച് മണ്ണ് പരിശോധന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. സോയിൽ സർവേ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ പദ്ധതി വിശദീകരണം നടത്തി. ഇതോടൊപ്പം കർഷകർക്ക് തൈകൾ വിതരണവും കർഷകരിൽ നിന്ന് മണ്ണ് സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ വിശകലനം വഴി പരിശോധനാ ഫലം നൽകി കൃഷി വിളവ് കൂട്ടാനുള്ള പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BS ശക്തിധരൻ അധ്യക്ഷനായി. നേതാക്കളായ PM അഹമ്മദ്, VK ജ്യോതി പ്രകാശ്, TB സുരേഷ്, നൂറുൽ ഹുദ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്ന് സുരേഷ് ഗോപി. ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CITU. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൗൺസിലർമാരെ സ്വതന്ത്ര കൗൺസിലർ തെറ്റിദ്ധരിപ്പിച്ചു.
പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല. നാട്ടുകാർ പ്രതിഷേധത്തിൽ. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് ഓട്ടം നിർത്തിയത് റോഡ് ശോച്യാവസ്ഥയിലായതോടെ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.